ഹായ് ഹലോ. അങ്ങനെ ക്രിസ്മസ് ആയില്ലേ? എന്തായി എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ? എൻ്റെ ഒന്നും ആയില്ല. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ആദ്യം വൈനിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട്, ഇപ്രാവശ്യത്തെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഇരിപ്പുണ്ട് ഫ്രൂട്ട്സ് എല്ലാം, അത്രേ ഉള്ളൂ. പിന്നെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയേക്കാണ്. നല്ല മഴയാണ് പുറത്ത്, കണ്ടോ. ഒരു സൈക്ലോൺ വന്ന് പോയിട്ടേ ഉള്ളൂ കേട്ടോ. നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഒരു സൈക്ലോൺ മഴയൊക്കെ കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. പിന്നെ നാട്ടിൽ നല്ല മഴയായിരുന്നല്ലോ, ആ സമയത്തൊക്കെ ഇവിടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതേ ഇപ്പം ഇന്നലെ തൊട്ട് ചെറുതായിട്ട് മഴ, നാളെ സൈക്ലോൺ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എന്താവോ എന്തോ. ഇവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് സ്കൂളൊക്കെ അടയ്ക്കും. അങ്ങനെ അപ്പം ഞാൻ ഷോപ്പിങ്ങിന് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഒരുപാടുണ്ട്. ഞാനങ്ങനെ ഒരു വർഷത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ കളയില്ല, അതങ്ങനെ എടുത്തു വെക്കും. പിന്നെ നമ്മൾ ഈ വീടൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമല്ലോ എപ്പോഴെപ്പോഴും, ആ സമയത്തൊക്കെ എന്തെങ്കിലും പോയെങ്കിലേ ഉള്ളൂ. അല്ലാതൊക്കെ ഞാനെല്ലാം എടുത്തു വയ്ക്കുക. അപ്പം അത്യാവശ്യം ഉണ്ട്. എന്നാലും നമുക്ക് ആ ക്രിസ്മസിൻ്റെ സമയത്ത് കുറച്ച് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനക്കേടാണ്. എന്തെങ്കിലുമൊക്കെ മേടിക്കും. അപ്പോൾ ലിവിങ് റൂം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം, ക്രിസ്മസിൻ്റെ ഒരു തീമാക്കി എടുക്കണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ചൊരു ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. മഴയുണ്ട്, എന്താവും ഉള്ളൂ. നല്ല മഴയാണ്. ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എന്തായാലും പോവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് ഞാനിവിടെ വരുന്നത് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ, ജയചന്ദ്രൻ ടെക്സ്റ്റൈൽസ്. 5 നിലകളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, പക്ഷേ ജയചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്നാണ് അതിൻ്റെ പേരെന്നുള്ളൂ. അപ്പോൾ ഇവിടെ വെറൈറ്റി ട്രീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഫുൾ ഗ്രീൻ കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷമാണ് ഈ ഒരു കളേഴ്സൊക്കെ കേട്ടോ, വൈറ്റ്, പിങ്ക്, ഗ്രീനിഷ് കളറൊക്കെ ആയിട്ടുള്ള ട്രീസ് വന്നിട്ടില്ല. അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതുപോലെ തന്നെ റേറ്റും ഉണ്ട്. അതിൽ തന്നെ റേറ്റൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് കുറഞ്ഞ റേറ്റ് കേട്ടോ, 4000, 3999. പിന്നെ ഉള്ളതൊക്കെ കൂടുതലാണ്, 4-5. പിന്നെ അത് ആ വലിയ ഗ്രീനിനൊക്കെ 10,000 ആ ഒരു റേറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഗ്രീൻ ട്രീ ഉള്ളതുകൊണ്ട് അങ്ങനെ ട്രീ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. ഡെക്കറേഷനും അത്യാവശ്യം ഉണ്ട്. പിന്നെ ഞാൻ ചെറുതല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ 1-2ഒക്കെ വാങ്ങിച്ച് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. പിന്നെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് ഈ ടൈപ്പ് ഓഫ് ക്രിബ്സ് ആണ്. കണ്ടോ, അത് ക്രിബാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, ഒരു പ്ലഗ് ചെയ്താൽ മതി, നമുക്ക് ഒരു പണി എടുക്കണ്ട. അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. കണ്ടോ, റേഡിയോയുടെ ഒക്കെ മോഡലിലുള്ള ഇങ്ങനത്തെയൊക്കെ ക്രിബ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ പുതിയത് വന്നിട്ടുള്ള ഐറ്റംസ് ആണ്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിനൊക്കെ. 3000 ആണ് സ്റ്റാർട്ടിങ് തന്നെ. അപ്പം ഞാൻ എടുത്തത് ആ ഒരു നോർമൽ ക്രിബില്ലേ, അങ്ങനത്തെ ഒരു ക്രിബാണ് എടുത്തത്, ഒരു മീഡിയം സൈസ്. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഏഞ്ചൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നോർമൽ ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്നൊരു സാന്റ, അത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ക്രിസ്മസ് സാരീസും അതുപോലെ കുർത്തീസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ റെഡിമെയ്ഡ് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ അവിടെ പോയിട്ട് മെറ്റീരിയൽ എടുക്കുക ചെയ്താൽ, എനിക്കല്ല, അമ്മാളൂന് വേണ്ടിയിട്ട്. അമ്മാളൂൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അതിന് മെറ്റീരിയൽ എടുത്തു. പിന്നെ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നേ, ക്രിസ്മസിൻ്റെ ആഡിനുള്ള ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഏതോ ഒരു സീരിയൽ തന്നെ, എനിക്കറിയില്ല കേട്ടോ ആരാന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ല, നല്ല തിരക്കാണ്. പിന്നെ നല്ല മഴയുണ്ട്. അപ്പോൾ പിള്ളേർക്ക് 3 മണിക്ക് കൊണ്ടുവരാൻ പോകണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി, 1 മണിക്കൂർ കൊണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പുറത്ത് രാത്രിയാണെന്ന് വിചാരിക്കേണ്ട, ആകെ 3 മണി 4 മണി ആയിട്ടുള്ളൂ. ഭയങ്കര ക്ലൗഡാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അങ്ങനെ ഞാൻ വേഗം അവരെ കൊണ്ടുപോകാൻ പോകണമല്ലോ. അപ്പം ഇപ്പൊ ഒന്ന് മഴ ഒതുങ്ങിയിട്ടുണ്ട്, വേഗം കൊണ്ടുവരാൻ പോകണം. അക്കു ഏലിയനാണോ? ഏലിയൻ. ജാദു ആണോ? ജാദു. ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ അവധിയായിരിക്കില്ലടാ. ഇവര് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ക്ലാസ് അവധിയായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിൽ പെയ്യണ അത്രയും മഴയൊന്നും പെയ്യുന്നില്ല. പക്ഷേ ചെറുതായിട്ടൊരു ദിവസം മഴ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊങ്ങും. അതാണ്. ഇന്ന് സ്കൂട്ടി എടുത്തില്ല, നടന്നിട്ടാണ് വരുന്നത്. ഈ ബാഗും എല്ലാം കൂടെ നടന്നു വരാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ട് സ്കൂട്ടി എടുക്കും. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 2 ബാഗും എല്ലാം കൂടെ ആയിട്ട് വരണ്ട, അതുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടി എടുത്തത്. ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ നാളെ അവധി. മഴയാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു ഡാൻസ് ക്ലാസ് ഇവിടെ നിന്നാൽ കാണാം കേട്ടോ. അവിടെ ഒരു ഓല മേഞ്ഞ പോലെ കാണുന്നുണ്ടോ, അതാണ് ഒരു ഡാൻസ് ക്ലാസ്. അങ്ങനെ ഞാൻ പോയി വന്നു. അധികം ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. വേറെ കുറച്ച് ക്രിസ്മസിൻ്റെ സംഭവങ്ങൾ
തന്നെയാണ്, പക്ഷെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കാണിച്ചു തരാം. ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന അതൊക്കെ ഒരുവിധം ഉണ്ട്, എന്നാലും കാണാത്ത എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കുറച്ച് മേടിക്കും. അപ്പോൾ നല്ല മഴയാട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും നല്ല മഴ. പിന്നെ പിള്ളേരെ കൊണ്ടുവരുന്ന സമയമായി, നേരെ അവരെ കൊണ്ടുവന്ന് അവരൊന്ന് മഴയായിരുന്നു, ഡാൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ ഡാൻസ് ഉണ്ട്. ഇവരെ ഓല മേഞ്ഞ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഓല മേഞ്ഞ പോലെ ഷെഡാക്കിയിട്ടാണ് ഡാൻസ് ക്ലാസ്. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ചുറ്റും ഇങ്ങനെ പനമ്പട്ടോണ്ടൊക്കെ കിട്ടിയിട്ട് ഒരു ട്രഡീഷണൽ ടൈപ്പാണ് അവിടെ ഡാൻസ് ക്ലാസ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉള്ളിലേക്ക് പോയൊരു നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇന്ന് മഴ പെയ്യുമ്പോൾ അവിടെ നല്ല വെള്ളമായിരിക്കും, വെറ്റായിട്ട് കിടക്കും. അപ്പോൾ അത് കാരണം ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ, പക്ഷെ മാം ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. അവർക്ക് ചിലങ്ക പൂജയാണ് ഫെബ്രുവരിയിൽ. അപ്പോൾ കുറേ നാളായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്, അപ്പോൾ അടുക്കാറായല്ലോ, പിന്നെ അധികം മുടക്കെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികളോട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ കരഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലയെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പോയിട്ടുണ്ട്. അപ്പോൾ അവരെ വിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം. എല്ലാ പ്രാവശ്യവും ഞാൻ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ക്രിബ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്നാലും വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ക്രിബ് വാങ്ങിയതാണ്. ഇതിന് അത്ര പ്രൈസ് ഒന്നുമില്ല കേട്ടോ, 600 സംതിങ് ആണ്. ഒരുപാട് റേറ്റിൻ്റെ ഞാൻ കാണിച്ചില്ലേ, 400 സംതിങ് തൊട്ടിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസാണിത്, വൈക്കോല് വരെ ഇതിലുണ്ട്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് എടുക്കണം കേട്ടോ ക്രിബ്. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ പിന്നെ ഞാനിനി കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കാനിരിക്കണ്ടല്ലോ. ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും, 23, 24 ആ ഒരു ഡേറ്റ് ആയിട്ടായിരിക്കും എനിക്ക് ടൈം കിട്ടുക. അമ്മാളുടെ ബർത്ത്ഡേയും കൂടെ വരുന്നതാണ് ക്രിസ്മസിന്. അപ്പോൾ അതിൻ്റെ തയ്യലുണ്ടാവും ക്രിസ്മസിന്. ഇപ്പം ഞാൻ തയ്യൽ എടുത്തു തുടങ്ങിയ കാരണം ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് തിരക്കാണ്. ഇപ്പോൾ ഹെയർ ആക്സറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ആ സമയത്തേക്ക് തിരക്കാവും. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ക്രിബ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പൊളിച്ചിട്ടില്ല, അങ്ങനെ ഒരു സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇത് ഷോർട്സിൽ ഞാൻ ഷോർട്സായിട്ട് ഇടാമെന്ന് സെറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ക്രിബ് ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ക്രിബ് മേടിച്ചിട്ടില്ല. എപ്പോഴും കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പും കോലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇപ്രാവശ്യം എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ വെൽവെറ്റിൻ്റെ അമ്മാളൂന് ബർത്ത്ഡേക്ക് അവൾ ക്രിസ്മസ് ബേബി ആണല്ലോ, അപ്പോൾ ക്രിസ്മസ് തീമിൽ ഫ്രോക്ക് തയ്ക്കാമെന്ന് വെച്ചിട്ട് വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഫ്രോക്ക് തയ്യൽ. അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് പെറ്റിക്കോട്ട് അതിൻ്റെ ലൈനിങ്ങൊക്കെയാണ്. പിന്നെ കുറച്ച് സ്റ്റോൺസ്. ഇത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല, ഞാനവിടെ സ്റ്റോൺസ് ഇങ്ങനെ കണ്ടതുകൊണ്ട് മേടിച്ചതാണ്. സ്റ്റോൺസ് നമുക്ക് അത്യാവശ്യം ഉണ്ട്. ഇത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല, ഇത് ഞാൻ ഫെജിന്നൊക്കെ ഇങ്ങനെ മുന്നേ വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനത്തെ സ്റ്റോൺ. അതിവിടെ കിട്ടാറില്ല, ഇപ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ്. അതെങ്ങനെയായാലും നമ്മൾ ഉണ്ടെങ്കിലും എടുക്കാൻ തോന്നുമല്ലോ. ഇതൊക്കെ നമുക്ക് ട്രീയുടെ മുകളിലും റീത്തിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ഇത് മെറൂൺ കളർ മാല മാത്രമായിട്ടുള്ളത് കേട്ടോ, പേളിൻ്റെ. അതുപോലെ വേറൊരു ചെയിനും കൂടെ ഉണ്ട് ഇങ്ങനത്തെ. ഇതും ഇങ്ങനെ ചെയിനാണ്. ഇത് ഞാൻ വേറെ കുറേ കാര്യങ്ങൾക്കും കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതങ്ങനെ കേടാവില്ല, നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം. ഞാൻ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടും. അങ്ങനെയാണ് ഞാൻ ഓരോരോ ഐറ്റംസ് വാങ്ങിക്കുന്നത് കേട്ടോ. ഒരു കാര്യത്തിനായിട്ടല്ല, എന്തെങ്കിലുമൊക്കെ വേറെ യൂസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ മേടിക്കുക. പിന്നെ ഇതൊക്കെ ഡെക്കറേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ നമ്മൾ മേടിക്കുമല്ലോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇങ്ങനൊരു സംഭവം ഇല്ല. സാധാരണ എന്തെങ്കിലുമുള്ള ഏഞ്ചൽസ് ഒക്കെ ഉള്ളത് ക്ലേഡയാണ്. അപ്പോൾ അത് വെയിറ്റ് കൂടുതലാണ്. ഞാൻ ഈ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ക്രിബ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീഴാൻ പോകും എപ്പോഴും. അത് കാരണം ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടൊരു ഏഞ്ചലിനെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇതധികം പ്രൈസ് ഒന്നുമില്ല കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എത്രയാണ്? 49 റുപ്പീസേ ഉള്ളൂ. 50 രൂപ. കുഴപ്പമില്ല, 50 രൂപയ്ക്ക് ഇത് വർത്താണ് കേട്ടോ. കണ്ടോ? ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം ഇതാണ്, വൈറ്റ് കളർ ഏഞ്ചൽ. ഒരു ഓർമ്മട്ടെ. പിന്നെ ഇതെന്താ സംഭവം, സാരിയാണ് കേട്ടോ. കണ്ടോ? കോട്ടൺ സാരിയാണ്. നല്ല മെറ്റീരിയലാട്ടോ. പക്ഷെ ഇതെനിക്ക് ഞാൻ സാരി ആയിട്ട് ഉടുക്കില്ല, എന്തായാലും ക്രിസ്മസ് തീമിൽ സാരി ഉടുക്കാൻ വേണ്ടി വാങ്ങിയതല്ല. പക്ഷേ ഇത് ഞാൻ കർട്ടനാക്കാൻ വാങ്ങിയതാണ്. ഇങ്ങനെയാണ് ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് വെച്ച് അത് ചെയ്യാം അങ്ങനെ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് അധികം റേറ്റ് ഇല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത്
റേറ്റ് കൊടുത്തിട്ടുള്ളത് 580 ആണ്. 580, 780 അങ്ങനെയുള്ള റേറ്റിലുള്ള സാരികളുണ്ട്. പക്ഷെ ഇത് ഓഫറും കൂടെ ഉണ്ടായിരുന്നു. എത്രയുണ്ട് ഓഫർ ഉണ്ട്? ഇത് 580 ആണെങ്കിലും ഇതിന് അത്ര ആയിട്ടില്ല. ബില്ല് നോക്കുമ്പോൾ 400 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് നല്ല കോട്ടൺ കണ്ടോ, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല, ലീനനൊക്കെ പോലെ നല്ല കോട്ടൺ. അത് സാരി ഉടുക്കാൻ പറ്റിയ സാരിയാണ് കേട്ടോ, നല്ല സാരിയാണ്. പക്ഷേ നമുക്ക് പിന്നെ സാരി ഉടുത്ത് ഇങ്ങോട്ട് പോകാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് വെച്ച് കർട്ടൻ തയ്ക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു സാരി എടുത്തത്. കർട്ടൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ 1000 ഒക്കെ വരുന്നുണ്ട്. ക്രിസ്മസ് തീമിലുള്ള കർട്ടൻ 1000 സംതിങ് റേറ്റ് വരുന്നുണ്ട്. ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരെണ്ണത്തിന് തന്നെ 300 സംതിങ് ഉണ്ട് ഒറ്റ പീസിന്. അപ്പം നമുക്ക് 2-3 പീസൊക്കെ ആക്കണമെങ്കിൽ പാടില്ല. അപ്പം ഇത് 5.5 മീറ്റർ ഉണ്ടല്ലോ, 2 പീസ് ആക്കിയാൽ നഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കർട്ടൻ ആക്കാനായിട്ട് വാങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ ലിവിങ് മേക്ക് ഓവറിൽ കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ. അപ്പം അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ള സാരിയാണ്. പിന്നെ ഇതൊരു ഫറ് പോലത്തെ, ഫറല്ല ശരിക്കും ഫർ മെറ്റീരിയൽ ആണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പം അതിൻ്റെ വൈറ്റ് കളറില്ല, ബാക്കി റെഡ്, പിങ്ക് അങ്ങനെയുള്ള കളറുകളൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടത് വൈറ്റ് ആയിരുന്നു, അത് മാത്രമില്ല. അതിന് 500 സംതിങ് ഉണ്ട് റേറ്റ്. ഇത് 200 എത്രയേ ഉള്ളൂ. ഇതൊരു വെൽവെറ്റിനേക്കാളും ഒരു ഇച്ചിരി ഫറ് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നമുക്കിത് സ്നോ ആയിട്ടൊക്കെ താഴെയൊക്കെ വിരിക്കാനൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ ഞാനിപ്പോൾ ആക്സറീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനോ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 2 മീറ്റർ മുറിച്ച് വാങ്ങിച്ചതാണ്. ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഫറല്ല കേട്ടോ, എന്നാൽ വെൽവെറ്റും അല്ല, വെൽവെറ്റിനേക്കാൾ കുറച്ചും കൂടി ഒരു പഫ്നെസ് ഉണ്ട്. അപ്പോൾ സ്നോ ഒക്കെ ആക്കാൻ പറ്റും നമുക്ക്, താഴെ ട്രീയുടെ താഴെയൊക്കെ വിരിക്കാം. പിന്നെ അതല്ലാതെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. 200 സംതിങ് ആണ് പെർ മീറ്റർ വരുന്നത്. അപ്പം അതൊരു 2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പില്ലോ കവേഴ്സ് ആണ്. ഇതിനൊന്നും അധികം റേറ്റ് ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഇത് എന്തായാലും പില്ലോ കവേഴ്സ് ആയിട്ടല്ല യൂസ് ചെയ്യുക. ഇതിങ്ങനെ നമുക്ക് എന്തെങ്കിലും കുഷ്യൻസോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ അവിടെ ഇല്ല. ക്രിസ്മസ് മെറ്റീരിയൽ ആയിട്ട് റണ്ണിങ് ഫാബ്രിക്സ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അതായത് ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റ് സോക്സ് അങ്ങനത്തെ ഒക്കെ ചെയ്യാമല്ലോ, സ്നോമാൻ്റെ ഒക്കെ ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു. ഇതിനധികം വിലയൊന്നുമില്ല, 35 റുപ്പീസാണ് ഒരു പില്ലോയ്ക്ക്. 35 റുപ്പീസ്. അപ്പോൾ പില്ലോ നോക്കിയിട്ടല്ല കേട്ടോ, എന്തായാലും ഇങ്ങനത്തെ ഒരു പില്ലോയിലൊന്നും കിടക്കില്ല. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ക്രിസ്മസ് തീമിലായിട്ട് എടുത്തതല്ല, ഇത് 4th ഫ്ലോറിലാണ് പില്ലോ, ബെഡിൻ്റെ ഒക്കെ 4th ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ക്രിസ്മസ് തീമായിട്ട് അവർ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടൊന്നുമില്ല, എല്ലാം ഒന്നിച്ചാണ് വെച്ചത്. ഞാൻ അതിലിങ്ങനെ നോക്കി നോക്കി കണ്ടപ്പോൾ ലക്കിൽ കിട്ടിയതാണ്. ആകെ ഈ ഒരു 2 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് 45 ആട്ടോ, ഇതുപോലെ ഇത് 45, ഇത് 35 ആണ്. അപ്പം അങ്ങനെ ഇതുപോലെ 2 പില്ലോ കവേഴ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഐറ്റംസ്. ഞാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങി കൂട്ടിയിട്ടില്ല. ഇനി ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ ലിവിങ് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ പറയണം കേട്ടോ. എനിക്കിങ്ങനെ ക്രിസ്മസ് ആകുമ്പോഴും ഓണാകുമ്പോഴും ഭയങ്കര ഒരു ത്വരയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വീഡിയോസ് ഇടാനേ. ബാക്കിയൊക്കെ വീഡിയോസ് ഞാനിങ്ങനെ ഭയങ്കര സ്ലോ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എനിക്കൊരു, ഓണാണെങ്കിലും അങ്ങനെ കേട്ടോ, ഭയങ്കര ഒരു ത്വരയാണ് വീഡിയോസ് ഇടാനായിട്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇപ്പം പിന്നെ ഓർഡറൊക്കെ എടുത്ത കാരണം ഇച്ചിരി തിരക്കാണ്, എന്നാലും ചെയ്യണം എന്നാണ് വിചാരിക്കണേ. പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല, എന്തായാലും ചെയ്യണം. അപ്പം ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കും. ചിലപ്പോൾ ഇതെല്ലാതും ഒന്നും യൂസ് ചെയ്യില്ല, ചിലപ്പോൾ ഇത് കൂടുതൽ ചെയ്യുമായിരിക്കും, ഒന്നും അറിയില്ല. എന്തായാലും ഇന്നത്തോടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം, എന്നിട്ട് നാളെ ഇതൊന്ന് ഇവിടെ ഒന്ന് സെറ്റാക്കണം. അത് കഴിഞ്ഞ് ക്രിസ്മസ് വില്ലേജ് വരെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ ഭയങ്കരമാണല്ലോ. അപ്പോൾ എന്തൊക്കെ പുറത്ത് വരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങളെങ്ങനെയാണോ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും അൽക്കുലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നവരാണോ എന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.